ഹലോ ഗായ്സ്, ഞങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രം വരെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഒന്നുമല്ല, കഷ്ടപ്പാട് വരുമ്പോഴല്ലേ നമുക്ക് ദൈവത്തെ കാണുന്നൊരു തോന്നൽ വരിക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വിളിക്കുന്നത് എത്ര വലിയ കഷ്ടപ്പാടത്. ഒന്നുമല്ല, വിചാരിച്ച കാര്യങ്ങളാണ് സ്മൂത്തായിട്ട് നടക്കണില്ല. ഏതെന്നെ അത് തന്നെ. ഇടയ്ക്കൊന്ന് ദൈവങ്ങളെ പോയി ബുദ്ധിമുട്ടിച്ചില്ലെങ്കിൽ നമ്മളെ അവരെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയാലോ അല്ലേ. അങ്ങനെ രാവിലെ തന്നെ കുറേ അരിപ്രാവുകൾ അവിടെ തീറ്റ അന്വേഷിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനൊക്കെ ഓടിച്ചു വിട്ടു. എനിക്ക് എന്തിനു കേടായിരുന്നല്ലേ. ഇതിനൊക്കെ ഒന്നേ പറയുള്ളൂ, ജസ്റ്റ് വേറെ രസം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ വേറൊരു പ്രാവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അത് അടുത്തേക്ക് വരുന്നില്ല. എന്നെ കണ്ട് പേടിച്ച് ഓടുന്നുമില്ല. പിന്നെ മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ ഞങ്ങൾ വാഗമരത്തിൻ്റെ ചോട്ട് പോയി. വാഗമരത്തിൻ്റെ ചോട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചേ, നല്ല ഭംഗിയുണ്ട്. കാണാനൊരു ചിത്രം വരച്ച് വെച്ച പോലുണ്ട് കേട്ടോ, അത്ര ഭംഗിയാണേ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാട്ടിക്കൂട്ടലാട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ല, ആദ്യം വിചാരിച്ചു ക്ലാസിക്കൽ ഡാൻസ് കളിക്കാമെന്ന്. അപ്പോഴാണ് ഓർത്തെ അയ്യോ ചെരുപ്പ് അഴിച്ചില്ലല്ലോ എന്ന്. കളി കഴിഞ്ഞിട്ടാട്ടോ ഓർമ്മ വന്നത് തന്നെ. പിന്നെ വിചാരിച്ചു ഒരു ദപ്പാങ്കുത്ത് കളിക്കാമെന്ന്. ഇതെല്ലാം കണ്ട് വീഡിയോ എടുത്ത് നിൽക്കുന്ന എൻ്റെ ഏട്ടൻ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന്. പിടിച്ചു കിടക്കുന്നത് എൻ്റെ കുഴപ്പമാണോ? അങ്ങനെ ഡാൻസൊക്കെ അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ എന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ അമ്പലത്തിൽ തൊഴാനായി വന്നപ്പോൾ ദേ നിൽക്കുന്ന ഒരു പൂക്കാരൻ. ഒരു മുളം മുല്ലപ്പൂവിന് 30 രൂപയാണെന്ന് പറഞ്ഞിട്ടും എൻ്റെ മനസ്സിലവുകൊണ്ട് ഞാനൊരു 60 രൂപ എടുത്ത് നീട്ടി. ചേട്ടനൊരു അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമായതുകൊണ്ട് തന്നെ എനിക്ക് ആ 30 രൂപ തിരിച്ചു തന്നു കേട്ടോ. ഇതൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയാം. തിരിഞ്ഞപ്പോഴാണ് തലയിൽ വെക്കാൻ സ്ലൈഡ് ഇല്ലല്ലോ എന്ന കാര്യം ആലോചിച്ചത്. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ 2 സ്ലൈഡും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 2 സ്ലൈഡും കുത്തി പോകുന്നതാണേ. ഇനിയാണ് എൻ്റെ ഷോ. മുല്ലപ്പൂ മേടിച്ചാൽ മാത്രം പോരല്ല, കുറച്ച് ഷോ കൂടെ ഇറക്കണ്ടേ. അങ്ങനെ ഞാൻ ഏട്ടനോട് അതിൻ്റെ മണ്ടേന്ന് തന്നെ വീഡിയോ എടുത്ത് വരാൻ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ പണിയെടുപ്പിച്ച് കൊല്ലും. അങ്ങനെ ഇതാ ക്യാമറ മുല്ലപ്പൂവിൻ്റെ മണ്ടേന്ന് പോകുന്നു, ഇതാ തിരിയുന്നു. അങ്ങനെ മുല്ലപ്പൂ വെക്കുന്നു. എന്നോട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാൻ പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ആയി. എങ്ങനെയുണ്ട് മുല്ലപ്പൂ വെച്ചപ്പോൾ എന്നെ കാണാൻ? കൊള്ളാം അല്ലേ? എനിക്കറിയാം നിങ്ങൾ അതേ പറയുള്ളൂ എന്ന്. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴാല്ലേ. ഞങ്ങൾ കുറേ നാളായിട്ടോ അമ്പലത്തിലൊന്ന് പോയി തൊഴണമെന്ന് വിചാരിക്കണു. ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, അതുകൊണ്ടാണ് കൊണ്ടുപോഞ്ഞത്. ഇത് അവിടെ നിന്ന് കിട്ടിയ പ്രസാദമാണ് കേട്ടോ. അവലും മലരും ശർക്കരയൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രസാദം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചന്ദനത്തിനൊക്കെ. എനിക്ക് ആ ഒരു അന്തരീക്ഷം ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് കൂളായിട്ടിരിക്കാൻ പറ്റിയൊരിടം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഒരു ഫോട്ടോ എടുത്തരാം അവിടെ തന്നെ ഇരിക്കുകയെന്ന്. അങ്ങനെ എടുത്ത ഫോട്ടോ കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഗ്രൗണ്ടിന് ചുറ്റും നടക്കുന്നുണ്ട് കേട്ടോ. നടന്നു വരുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. വേറൊന്നുമല്ല കേട്ടോ, സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് അവിടെ. പിന്നെ പെണ്ണിനും ചെക്കനും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്യാമറമാൻ എന്നെ തന്നെ അങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഞാനാദ്യം വിചാരിച്ചത് എന്നെ ലൈൻ അടിക്കാമെന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അയാൾക്ക് അത്ര പറ്റുന്നില്ല, അതുകൊണ്ട് തുറിച്ച് നോക്കുകയെന്നേ. വേറെ ഒന്നുമല്ല, സ്വന്തമായി ക്യാമറയുള്ളതിൻ്റെ അഹങ്കാരം അതന്നെ. പെണ്ണിനും ചെക്കനും ഇല്ലാത്ത കുഴപ്പം അയാൾക്ക് എന്തിനാ അല്ലേ. അങ്ങനെ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മൂപ്പരെയും ബോധിപ്പിച്ച് വടക്കുന്നാഥനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ റോഡ് ശ്രദ്ധിച്ചത്. വന്നപ്പത്തെ പോലെ അല്ല കേട്ടോ, നല്ല തിരക്കായി മാറിയിട്ടുണ്ട്. അങ്ങനെ റോട്ടിലെ തിരക്ക് നോക്കി നിന്നപ്പോഴാണ് വിശപ്പിൻ്റെ വിളി കേട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടുന്ന ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു. ദേ കാണുന്ന ഒരു അക്ഷയ ഹോട്ടൽ. ഞാനൊരു നെയ്റോസ്റ്റും ഏട്ടനൊരു മസാല ദോശയും കഴിച്ച് ഞങ്ങൾ അവിടുന്ന് സ്ഥലം കാലിയാക്കി കേട്ടോ. വരുന്ന വഴിക്ക് വലിയൊരു പള്ളി കണ്ടു കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി തൊഴുത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് മെല്ലെ അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.